ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നിന്റെ നിഴലെങ്ങാനും എന്റെ ഏട്ടന്റെ മേൽ പതിഞ്ഞ നിന്നൊന്നും ബാക്കി വച്ചേക്കില്ല ഞാൻ പറഞ്ഞേക്കാം. എടുത്തോണ്ട് പോടാ. എന്നെയും ചേട്ടനെ ഒരുമിച്ചല്ലേ കളരിയും കരാട്ടൊക്കെ പഠിപ്പിച്ചത്. അത് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ടാ. നിന്നോട് ആര് പറഞ്ഞു ഈ പ്രശ്നത്തിൽ ഒന്ന് തലയിടാൻ? ഇതിപ്പോഴേ എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയോ? കുറ്റം ഇപ്പൊ എനിക്കായോ? അവന്മാരുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടാതെ രക്ഷപ്പെടുത്തിയപ്പോ ഒരു താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തണോ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഡോറ് തുറക്കാതാവുമ്പോ അവന്മാര് തിരിച്ചു പോയനെ. അതിനിടയ്ക്ക് കയറി തല്ലുണ്ടാക്കാൻ വന്നത് നീയല്ലേ? അവന്മാരങ്ങനെ പോയില്ലായിരുന്നെങ്കിലോ? ആരെങ്കിലും വന്ന ഒരു കല്ലെടുത്ത് ദാ ഈ ഗ്ലാസ്സിലൊന്ന് എറിഞ്ഞാൽ അവിടെ തീർന്നില്ലെല്ലാം. നമ്മളെ ഒരാൾ തല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഒളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു തല്ലണം. അതാ എന്റെ പോളിസി. നടു റോഡിൽ ഇങ്ങനെ കണ്ടപ്പോ ഇടപെട്ട് പോയെന്നുള്ളൂ. എന്ത് രസമുള്ള ദിവസമായിരുന്നു. എല്ലാരും കൂടി അത് നശിപ്പിച്ചു. സാറ് പറഞ്ഞു തന്നെ ശരി. നമ്മള് കാറിനകത്ത് ഇരുന്നെങ്കിൽ അവര് തിരിച്ചുപോയെന്നെ. അതിനിടയിൽ വന്ന് അലമ്പുണ്ടാക്കിയത് സാറിന്റെ അനിയൻ തന്നെയാ. അമ്മ പറഞ്ഞിരുന്നു എന്തെവിടെ പറയണം, എന്ത് പ്രവർത്തിക്കണമെന്ന് മഹിക്ക് അറിയില്ലെന്ന്. അത് ശരിയാ. മഹിക്ക് ആവശ്യമില്ലാത്ത കാര്യല്ലേ ഇത്. വെറുതെ തല്ലിതും പോരാ, സാറിനാക്കിയുള്ള സംസാരവും. സത്യം പറയാലോ സാർ, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.